നമ്മുടെ പ്രകാശന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ എന്താ പറയുന്നത്, ലക്ഷ്മിയുമായിട്ട് ഒലിപ്പിക്കാനായിട്ട് ചെന്നിരിക്കുകയാണ്. പക്ഷേ ലക്ഷ്മി നൈസിനങ്ങ് തേച്ച് വിടുകയാണ് നമ്മുടെ പ്രകാശനെ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ ശരീരത്തിൽ പിടിച്ചിട്ട് എന്ന് പറഞ്ഞൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് മനോഹർ പറയണം, അയ്യോ ശരീരത്തിന് എന്തോ ഒരു വേദന, അയ്യോ എൻ്റെ നടുവേ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ ചോദിക്കണം, എടാ നിൻ്റെ നട്ടല് നോക്കിയിട്ട് ആരെങ്കിലും നല്ലത് താങ്ങി തന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹർ പറയണം, തന്നെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ തനിക്കെന്താ, എടോ താൻ കൂടുതലൊന്നും പറയണ്ട, മിക്കവാറും നാളെ താൻ എൻ്റെ മുതുകത്ത് കിഴിയിടേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും തൻ്റെ മോൾ അവിടെ എന്നെ കാത്തിരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ കയറി പോവുകയാണ്. നടുവിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ്. അപ്പം അത് നോക്കിയിട്ട് ഇങ്ങനെ രാഹുൽ നിന്നിട്ട് പറയണം, ഇവനെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊന്നാ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ. അതേസമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിലുണ്ടല്ലോ മുതുകൂത്താട്ടം തന്നെ, മുതുകൂത്താട്ടം. പുള്ളിക്കാരന് ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ഫോണും എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ ദേ വരുന്നു ലക്ഷ്മിയുടെ മെസ്സേജ്. ലക്ഷ്മി പറയണ്, പ്രകാശേട്ടൻ കൊടുത്തയച്ച ആ പ്രസാദം ഞാൻ എൻ്റെ നെറ്റിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ സിന്ദൂരക്കുറിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ പ്രകാശൻ ആണോ എന്നും പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി ലക്ഷ്മി, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്തുണ്ടല്ലോ നിനക്ക് ദീർഘായുസ് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അപ്പോൾ ആ മെസ്സേജ് ഉടനെ ലക്ഷ്മി എടുത്ത് നോക്കുകയാണ്. ലക്ഷ്മി എടുത്ത് നോക്കിയിട്ടാണ്, നാണം കെട്ടവൻ, ഇവനെ എന്ത് ചെയ്യണമെന്നറിയാമോ, വൃത്തികെട്ടവൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കലിപ്പിലാണ് നമ്മുടെ ലക്ഷ്മി. അതേസമയം പ്രകാശൻ അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്, എൻ്റെ ലക്ഷ്മി എനിക്ക് നിന്നെ ഒന്ന് കാണാൻ കൊതിയാവുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ തിരിച്ച് അതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴൊക്കെ ദേഷ്യം വരികയാണ് നമ്മുടെ ലക്ഷ്മിക്ക്. ലക്ഷ്മി അറിയണം, എനിക്കും പ്രകാശേട്ടനെ കാണാനായിട്ട് കൊതിയാവുന്നു. അപ്പോൾ ഉടനെ തിരിച്ച് പ്രകാശൻ്റെ മെസ്സേജാണ്, ഞാൻ ലക്ഷ്മി സമ്മതിക്കുകയാണെങ്കിൽ, ലക്ഷ്മി വിളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഉടനെ ലക്ഷ്മിക്ക് കലിയും ഭ്രാന്തും ഉളവി. അത് നോക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി ഉടനെ പറയണത്, ഈ വൃത്തികെട്ടവൻ അങ്ങനെ ഇനി ഇങ്ങോട്ട് വരുമോ, ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യാം. ലക്ഷ്മി തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്, അതെ പ്രകാശേട്ടൻ ഇപ്പം ഇങ്ങോട്ട് വരണ്ട, വന്നാലേ എന്നെ കാണാൻ പറ്റില്ല, എൻ്റെ അനിയനും കുടുംബമൊക്കെ UK അപ്പോൾ ഞാൻ അവിടേക്ക് പോവും, കുറച്ച് നാളായിട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവും, അപ്പോൾ ഇവിടെ വന്നാലും എന്നെ കാണാൻ പറ്റില്ല, ഒരു മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരൂ. അപ്പോൾ ഉടനെ പ്രകാശൻ ഇത് എടുത്ത് നോക്കുകയാണ്, UK ഇവരെയൊക്കെ ബന്ധുക്കൾ എല്ലാവരും ഫോറിൻ കൺട്രീസിലാണല്ലോ, വിവാഹം ഒന്ന് കഴിഞ്ഞെങ്കിലുണ്ടല്ലോ വിദേശത്തൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ലക്ഷ്മി തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്, അപ്പോൾ ഇനി നാളെ മെസ്സേജ് അയക്കാൻ പ്രകാശേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പ്രകാശ് ഇതെടുത്ത് നോക്കിയിട്ട് എന്തായാലും ഇനി ഇംഗ്ലീഷ് വെച്ച് പിടിപ്പിക്കാം. ഉടനെ പ്രകാശൻ ഓക്കെ ബൈ എന്നും പറഞ്ഞിട്ട് അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ബൈ. ഉടനെ ലക്ഷ്മി പറയണം, മലയാളം പോലും നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയാത്തവനാണ് ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അതേസമയം നമ്മുടെ പ്രകാശിന് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഉടനെ ലക്ഷ്മി ഫോൺ ഓപ്പൺ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു സെൽഫി കാണുമ്പോൾ ഉടനെ ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ലക്ഷ്മി ഉടനെ പറയണം, ഇവൻ്റെ ഫോട്ടോ എന്നില്ല, ഇവനെ ഒരു കാലത്തും കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, എന്നിട്ട് ഇവൻ്റെ അധപ്പതനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൻ്റെ ഫോട്ടോകളൊക്കെ ഞാൻ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ലക്ഷ്മി. അതിനുശേഷം ലക്ഷ്മി പറയണം, എടാ നീ ഒരുപാട് സ്വപ്നം കണ്ട് നീ മുകളിൽ കയറിപ്പോ, എന്നാലേ നിൻ്റെ വീഴ്ചയ്ക്ക് ആഘാതം കൂടൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ സ്വപ്നലോകത്താണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ കിരണും കല്യാണിയും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ യാമിനി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ രൂപയോട് നമ്മുടെ കിരൺ പറയണ്, അമ്മേ കണ്ടില്ലേ അമ്മേ, ഇവളിപ്പോൾ പോവാറായി വരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൾക്ക് ആകെ ടെൻഷൻ, കണ്ടില്ലേ ഇവൾ മുഖം വീർപ്പിച്ച് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ഇടയ്ക്കൊക്കെ പോണില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രൂപ പറയണം, മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെ
പോവാതെയൊന്നും ഇരിക്കരുത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നിനക്ക് കിട്ടിയ ഈ അംഗീകാരം നമുക്ക് എല്ലാവർക്കും കൂടിയാണ് കിട്ടിയത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള വകയാണ് മോളെ ഇത്. നീ ഇത് വേണ്ടാന്ന് വെക്കരുത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ ഇവിടെ നിന്ന് പോയിട്ട് ചിന്തിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് സേനം പറയണം, ആ ഇടക്കിരണേ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നീ മോളെയും കൂട്ടി പോയിട്ട് കുഞ്ഞിനെ ഇങ്ങെടുത്തോണ്ട് വാ എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കല്യാണി പറയണം, അത് വേണ്ടച്ചാ, കുഞ്ഞിനെ കൊണ്ടുവരണ്ട. കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല. അതുകൊണ്ട് മോൻ അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ മോൻ കയ്യിലുണ്ടെങ്കിൽ അമ്മയും ഹാപ്പി ആവും എന്നിങ്ങനെ പറയണം. അപ്പോൾ രൂപ പറയണം, ആ മോനിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളും ഹാപ്പി ആവും എന്ന് പറയണം. അപ്പോൾ ഉടനെ കിരൺ പറയാണ്, ആ അത് ശരിയാണ് അമ്മ പറഞ്ഞത്. കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഉടനെ CS പറയണേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ദീപയോട് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. അപ്പോൾ ഉടനെ കിരൺ പറയണം, ആ അത് നല്ലൊരു ഐഡിയ അച്ഛാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് CS പറയണം, എൻ്റെ മോളെ, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചൊന്നും ഇരിക്കരുത്. അവിടെ ചെന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ കിരൺ പറയണം, അച്ഛാ അതോർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഇവക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇവക്ക് എത്ര ടെൻഷനും ഉണ്ടെന്നിരിക്കട്ടെ, ഇവൾ എത്ര വിഷമിച്ചിരുന്നാലും ഇവള് ശരിക്ക് പറയുകയാണെങ്കിൽ എന്താണ്, ഇവൾ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഇവക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും ഇവളുടെ ഏതൊരു വർക്ക് ഇവൾ ഏറ്റെടുത്താലും ആ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരുതരം ഭ്രാന്ത് പിടിച്ച കണക്കാണ് ഇവള്. ശരിക്കും ഒരു ബാധ കയറി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവളുടെ അവസ്ഥ. ഇവൾ പിന്നെ പറയുന്നതിനെ വെച്ചാൽ അതെല്ലാം ഫിനിഷ് ചെയ്യുന്നത് വരെ ഇവളേ അല്ല. അപ്പോൾ ഉടനെ CS പറയണം, അതേടാ മോനെ, അതിനാണ് മറ്റുള്ളവരൊക്കെ പണ്ടേ പറയുമല്ലോ, പിന്നെ ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ അദൃശ്യമായ കരങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടില്ലേ. അത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലും സാഹചര്യങ്ങളിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇങ്ങനെ കല്യാണി ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മുറിയിലാണ് നമ്മുടെ കല്യാണിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണേ, എന്താ കിരണേട്ടാ ഈ നോക്കുന്നത്? ഇത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ എല്ലാം പറക്കി വെച്ചത്, പിന്നെന്താ നോക്കാനായിട്ട്? എന്നാലും കല്യാണി എന്തെങ്കിലും ഇതിനകത്ത് മറന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടി നോക്കിയതാണ്. അമ്മ എന്ത് ചെയ്യുന്നു കല്യാണി? ആ അമ്മ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അവിടെ ഒരുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയണം, ആ ഇനി നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തൊരുക്കാനാണ്? നിനക്ക് ഇത്തിരി അച്ചാറും ചമ്മന്തിപ്പൊടിയും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അപ്പോൾ കല്യാണിയോട് കിരൺ പറയാണ്, ആ ഒരു കാര്യം ചെയ്യാം, ഇനി അടുത്ത എന്താ ഇനി അടുത്തതായിട്ട് നിൻ്റെ പരിപാടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കല്യാണി പറയണേ, എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണം, എന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യം തിരക്കണം, മോനോടൊന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറയണം. അതിനുശേഷം നമ്മുടെ കല്യാണി നമ്മുടെ ദീപയെ വിളിക്കുകയാണ്. അപ്പോൾ ദീപ ഫോൺ എടുത്തിട്ട് പറയണം, അയ്യോ മോളെ, കുഞ്ഞ് തൊട്ട് മുമ്പാണ് ഉറങ്ങി ഞാൻ തൊട്ടിലിൽ കൊണ്ടുവച്ച് കിടത്തിയത് എന്ന് പറയുമ്പോൾ കല്യാണിക്ക് വിഷമാവുകയാണ്. അപ്പോൾ ദീപ പറയണം, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, അവൻ സന്തോഷമായിട്ടിരിക്കുകയാണ്, അവന് ഞാനുണ്ടല്ലോ, പിന്നെ മോൾ എന്തിനാണ് വിഷമിക്കുന്നത്? അതുകൊണ്ട് മോള് അവനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. പിന്നെ രാവിലെ വീഡിയോ കോളിൽ വന്നിട്ട് കുഞ്ഞിനെ കാണാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കിരൺ കല്യാണിയോട് പറയുന്നു, കല്യാണി എന്തായാലും ഇന്നത്തെ ദിവസം ഇനി നമുക്ക് ഇവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല, ആകെ ടെൻഷനാവും. അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ചുറ്റാനൊക്കെ ആയിട്ട് പോവാം, രാത്രിയല്ലേ, ഒന്ന് യാത്രയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ജോളിയായിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കല്യാണിയും കൂട്ടി കിരൺ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബീച്ചാണ്. ബീച്ചിൽ രണ്ടുപേരും കൂടി കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണ, കിരണേട്ട ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്, ഇനി നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് അത്ര ശരിയല്ല, ഈ സ്ഥലമാണെങ്കിൽ അത്ര ഒട്ടും ശരിയല്ല. അപ്പോൾ കിരൺ പറയണേ, എൻ്റെ കല്യാണി, നീ എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഒരു 10 പേര് വന്നാലും എനിക്ക് സുഖമായിട്ട് അടിച്ചൊതുക്കാനൊക്കെ പറ്റും, പിന്നെ നീയും അടിക്കാൻ മോശമൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, എന്നാലും അങ്ങനെ അല്ല കിരണേട്ടാ, പിന്നെ ഇവിടെയൊക്കെ നായ്ക്കളുടെ ശല്യം ഉണ്ട്. അത് നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്. കാരണം നായ്ക്കൾ വന്ന് കടിച്ച് പറിച്ചിട്ട് പോയാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് കൊണ്ടിട്ട് നിൽക്കാൻ മാത്രമേ പറ്റൂ, മനുഷ്യരാണെങ്കിൽ മാത്രമേ നമുക്ക് അടിച്ചൊതുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും അവിടെ നിന്ന് എഴുന്നേറ്റ് കുറേ ദൂരം ഇങ്ങനെ നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തട്ടുകടയിലിരുന്ന് 2 പേരും കൂടി ദോശയും ചട്നിയൊക്കെ ഇങ്ങനെ തട്ടയാണ്, ഓംലെറ്റൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഒരു കാറ് വന്ന്
നിൽക്കുകയാണ്. കാർ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കാറിലിരിക്കുന്ന കക്ഷികൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കിരണിനെയും കല്യാണിയും കാണുകയാണ്. അങ്ങനെ കാറിലിരിക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാറിൽ മറ്റാരുമല്ല, നമ്മുടെ ആദർശം നയനയാണ്. അപ്പോൾ തന്നെ നയന പറയുകയാണ്, ആദർശേട്ടാ അതേ കിരണേട്ടനും കല്യാണിയും നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും പറയുകയാണെങ്കിൽ തട്ടുകട കണ്ടിട്ടാണ് വണ്ടി നിർത്തുന്നത്. അങ്ങനെ അവർ കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണി കിരണേട്ട ദേ നയനയും ആദർശേട്ടനും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശും നമ്മുടെ നയനയും ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവരെ കണ്ടിട്ട് നമ്മുടെ കല്യാണിയും കിരണും ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പരസ്പരം അവരെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിരൺ പറയുകയാണ് ഇവർക്ക് 2 ഡബിൾ ഓംലേറ്റ് എടുക്കാൻ പറയുകയാണ്. അങ്ങനെ അവർക്ക് ഓംലേറ്റ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദർശിനോട് കിരൺ ചോദിക്കുകയാണ്, എടാ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നയനയോട് ചോദിക്കുകയാണ്, നയന ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അപ്പോൾ നയന പറയണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉടനെ ആദർശ് പറയണം, എടാ ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവളെയും കൊണ്ട് ഞാനിപ്പോൾ ഈ സമയത്തൊക്കെ ചുറ്റാനായിട്ടൊക്കെ ഇറങ്ങിയത്. അതേക്കുറിച്ചൊന്നും നീ പറയണ്ട, നിൻ്റെ അമ്മ ഉറങ്ങിയതിന് ശേഷം അല്ലേടാ നീ ഇങ്ങോട്ട് ഇറങ്ങിയത്. നിനക്ക് നിൻ്റെ അമ്മ ഇരിക്കുമ്പോൾ ഇവളെയും കൊണ്ട് പുറത്ത് പോകാനുള്ള ധൈര്യം ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയണം, ധൈര്യത്തിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉടനെ നയന പറയണം, ആദർശേട്ടന് ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് മുട്ടടിക്കുമെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി കൂട്ടച്ചിരി നടക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു കൂട്ടച്ചിരിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവർക്ക് ഓംലെറ്റും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയാണ്, എടാ ആദർശേ ഈ ഓംലെറ്റ് മാത്രം കഴിക്കാതിരിക്കുക, ഇവിടുത്തെ തട്ടുദോശ ഉണ്ടല്ലോ നല്ല മൊരിഞ്ഞ സൂപ്പർ തട്ടുദോശയാണ്, ഒന്ന് കഴിക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ അവർ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ജ്വാലയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ കിരൺ പറയാണ്, എടാ ഇങ്ങനെ നീ ഇങ്ങനെ നയനയെ വീട്ടിൽ തളച്ചിട്ടാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ ഇവക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ കല്യാണിക്ക് വേണ്ടിയിട്ട് ഫോറിൻ ട്രിപ്പുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ നീയും കൂടെ വരണം, നയനയും കൊണ്ടുപോകണം കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് നയന പറയണം, അതിപ്പോൾ എൻ്റെ അമ്മായിയമ്മ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കാകുമ്പോൾ ആരുടെയും പ്രത്യേകിച്ച് സമ്മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശിനോട് നമ്മുടെ കിരൺ പറയണേ, എടാ ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണി നല്ല കഴിവുള്ള പെണ്ണായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ എനിക്കൊപ്പം ബിസിനസ്സിലേക്കൊക്കെ കൊണ്ടുവന്നത്. അതിൻ്റേതായിട്ട് പിന്നീട് അവൾ ഒരുപാട് വളർന്നു, ഇപ്പോൾ എന്നെക്കാളും വലിയ രീതിയിൽ പോയി. പക്ഷേ അതേസമയം നയനയാണെങ്കിൽ നയനയുടെ കഴിവ് ഈ ഇൻഡസ്ട്രി മുഴുവനും വ്യാപിച്ചതാണ്. ഈ നയനയുടെ എന്താണ് ഡിസൈൻ ചെയ്ത ഓർണമെൻറ്റ്സിനൊക്കെ വിദേശത്തൊക്കെ വളരെ എന്താ പറയുന്നത് ഒരുപാട് പിടിപാടല്ല ഒരുപാട് എന്തോ പറയുമല്ലോ നയനയുടെ അതാണെന്ന് പറയുകയാണ്. നയനയുടെ ഓർണമെൻറ്റ്സിനൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ ആളുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് കിട്ടുന്നില്ല പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ ജ്വല്ലറിയിലുള്ള മറ്റ് ഡിസൈനറെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നയന എത്രയോ മുകളിലാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കല്യാണിയെ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറക്കിയതുപോലെ നീയും നയനയെ നിൻ്റെ അടുത്തൊരു ചെയറിട്ടിട്ട് അവിടെ കൊണ്ടിരുത്ത്. അങ്ങനെ ആകുമ്പോൾ ഇവളുടെ ഒരുപാട് കഴിവുകൾ നിനക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കിരൺ. ഇങ്ങനെ ആദർശ് ഇങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുകയാണ്. നയനയും ആദർശും കൂടി പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അങ്ങനെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇന്നത്തെ എപ്പിസോഡിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.